രേവന്ത് റെഡ്ഡി പോ മോനെ വിജയ എന്ന് പറയുന്നത് പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള വൊക്കാബുലറി ഉണ്ടാവില്ലല്ലോ, ഈ ഭാഷ അറിയില്ലല്ലോ. രേവന്ത് റെഡ്ഡി കൊണ്ട് ആരോ ഒരാൾ പറയിപ്പിച്ചായിരിക്കുമല്ലോ. ഇവിടെയുള്ള ഇതൊരു കോൺഗ്രസ് ക്യാമ്പയിനർ അല്ലെങ്കിൽ ക്യാമ്പയിൻ മാനേജർ പറയിപ്പിച്ചായിരിക്കുമല്ലോ. അവിടെയാണത് പിഴക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ആ ക്യാമ്പയിൻ മാനേജർ രേവന്ത് റെഡ്ഡിയെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നുള്ളിടത്താണ് ഇതിലൊന്നാം പിഴവ് കിടക്കുന്നത്. രേവന്ത് റെഡ്ഡി വെറുമൊരു പ്രഭാഷകനല്ല, പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാവുന്ന ഒരു പ്രഭാഷകൻ പാർട്ടി നേതാവ് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് മാത്രമല്ല, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഈ വാക്ക് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അതേ പദവിയിലിരിക്കുന്ന, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ പദവിയിലിരുന്നിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള, അനുഭവ പരിചയമുള്ള, പ്രായമുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഈ ഒരു പ്രയോഗം നടത്തുക എന്നുള്ളത് അസംബന്ധമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. രേവന്ത് റെഡ്ഡി ഒക്കെ വന്നു പറഞ്ഞു പോയി, കോൺഗ്രസ് ലീഡർഷിപ്പ് അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല. ഞാൻ മുമ്പ് അവിടെ വെച്ച് പറഞ്ഞ കാര്യമുണ്ട്, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകളൊന്നും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന, ഇലക്ഷൻ ഡിബേറ്റ് നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. മറ്റ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്ര ഫാർ അഹെഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് മോശം ഭാഷ ഉപയോഗിച്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ പദപ്രയോഗം നടത്തുക എന്നുള്ളതാണ് ഇതിലെ പിഴവ്, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ അബദ്ധം, ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകളെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതും എഗൻ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു ഡാറ്റയുടെ ആവശ്യമില്ല. സാമൂഹ്യ വികസന സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം ഉണ്ടായ അന്നു മുതൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകൾക്കും ഇവിടെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്, സാമുദായിക പ്രസ്ഥാനങ്ങൾക്ക്, മതസംഘടനകൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് ഇന്നത്തെ ഈ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ പിറകിലാണെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഒരു കളക്റ്റീവ് കോൺഷ്യസിനെയാണ് ബാധിക്കുന്നത്. മലയാളിയാണത് അപമാനിക്കുന്നതായിട്ട് കാണുക. ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണം, മുമ്പൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ഓർമ്മയുണ്ടോ? സോമാലിയിലെ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണ് ഇവിടുത്തെ കുട്ടികളുടെ കാര്യമെന്ന് പ്രസംഗിച്ചിട്ട് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓർക്കണം. BJPക്കാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പം ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ അവരെന്ത് പ്രസംഗിക്കണം, എന്താണ് അവരുടെ കണ്ടൻറ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള ക്യാമ്പയിൻ മാനേജർമാർ അവർക്ക് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ അബദ്ധങ്ങൾ, പാളിച്ചകൾ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. അപ്പോൾ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എഗൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം ഒരു വാക്ക് പ്രയോഗിക്കുന്നത് ശരിയല്ല. പക്ഷേ മുഖ്യമന്ത്രി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയൻ്റെ ശൈലി നമുക്കറിയാലോ, എന്താണ്? അടിക്കുത്തരം മുറിപ്പത്തലാണ്. അത് കൊടുക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അതിനോട് വേറൊരു ഭാഷയിൽ അതിനേക്കാൾ മാരകമായ പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അല്പം കൂടെ കുലീനമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.